നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു ബ്രസീലിയൻ സൂപ്പർ താരമായ ഡാനി ആൽവസിന് സ്പാനിഷ് കോടതി ജയിൽ ശിക്ഷ വിധിച്ചത്. അതായത് അടുത്ത 4.5 വർഷം ഡാനി ആൽവസ് ജയിൽ ശിക്ഷ അനുഭവിക്കും. 2021 ഡിസംബർ മാസത്തിൽ ബാഴ്സലോണയിലെ ഒരു നൈറ്റ് ക്ലബ്ബിൽ വെച്ചുകൊണ്ട് 23-കാരിയായ ഒരു യുവതിയെ ഡാനി ആൽവസ് ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ താരം കുറ്റക്കാരനാണ് എന്നുള്ളത് സ്പാനിഷ് കോടതി കണ്ടെത്തുകയായിരുന്നു. യഥാർത്ഥത്തിൽ 9 വർഷത്തോളം തടവ് ശിക്ഷ ഡാനി ആൽവസിന് അനുഭവിക്കേണ്ടി വരുമായിരുന്നു. എന്നാൽ ഈ ഇരക്കുള്ള കോമ്പൻസേഷൻ തുകയായ 1,50,000 യൂറോ നൽകിക്കൊണ്ട് നെയ്മർ ജൂനിയർ ഡാനി ആൽവസിനെ സഹായിക്കുകയായിരുന്നു. ഇക്കാര്യത്തിൽ നെയ്മർക്ക് ബ്രസീലിയൻ വനിതാ മന്ത്രിയായ സിഡ ഗോൺസാൽവസിൽ നിന്നും വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിരുന്നു. മാത്രമല്ല, ബ്രസീലിലെ വർക്കേഴ്സ് പാർട്ടി പ്രസിഡന്റായ ഗ്ലൈസി ഹോഫ്മാനും നെയ്മർക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ബലാത്സംഗ കേസിലെ പ്രതിയായ ഡാനി ആൽവസിന് വിധിക്കപ്പെട്ട ശിക്ഷ അത് തീർത്തും മാതൃകാപരമാണ്. ലിംഗവിവേചനവും സ്ത്രീ വിരുദ്ധതയും ഇവിടെ വെച്ച് പൊറുപ്പിക്കില്ല എന്നുള്ളതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഇത്. നെയ്മർ പണം നൽകി ശിക്ഷയിൽ ഇളവ് വരുത്താൻ സഹായിച്ചത് തികച്ചും അസംബന്ധമാണ്. കാരണം ഇര അനുഭവിച്ചതിനൊന്നിനും അത് ഒരു പരിഹാരമല്ല. അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ ആ പണം ഇല്ലാതാക്കുന്നില്ല. ഇതാണ് ഹോഫ്മാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. സുഹൃത്ത് എന്ന നിലയിലാണ് നെയ്മർ ജൂനിയർ ഡാനി ആൽവസിനെ സഹായിച്ചതെങ്കിലും ഒരു റേപ്പിസ്റ്റിനെ സഹായിച്ചു എന്ന കാരണത്താൽ വലിയ വിമർശനങ്ങളാണ് നെയ്മർക്ക് ഇപ്പോൾ ഏൽക്കേണ്ടി വരുന്നത്. നിലവിൽ ഡാനി ആൽവസിന്റെ ഒരു ഡിവോഴ്സ് കേസ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കപ്പെട്ടിരുന്നു. അങ്ങനെയാണ്, അതിനെ തുടർന്നാണ് നെയ്മർ ജൂനിയർ ഡാനി ആൽവസിനെ ഈ ഒരു സാമ്പത്തികമായി സഹായിച്ചത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീണ്ടും കാണാം.